നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDF നല്ല രാഷ്ട്രീയ പോരാട്ടം നടത്തിയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വലിയ വിജയം LDFിനുണ്ടാകും, രാഷ്ട്രീയമൊന്നും പറയാനില്ലാതിരുന്ന UDF നാടകങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. രാഷ്ട്രീയ മുദ്രാവാക്യം ഉയർത്തി പ്രവർത്തിക്കാൻ UDFിന് സാധിച്ചിട്ടുമില്ല. കണ്ണിൽ പൊടിയിടാനുള്ള UDFിൻ്റെ ശ്രമങ്ങളെ ജനങ്ങൾ തള്ളിക്കളഞ്ഞുവെന്നും ഗോവിന്ദൻ മാഷ് പറയുകയാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പിൽ LDF നല്ല പ്രവർത്തനം തന്നെയാണ് കാഴ്ചവെച്ചത്. മതനിരപേക്ഷ ഉള്ളടക്കത്തെ ഉയർത്തിക്കാണിക്കാനും വർഗീയ കൂട്ടുകെട്ടുകളെ തുറന്നു കാണിക്കാനും സാധിച്ചിട്ടുമുണ്ട്. M സ്വരാജിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ കേരളത്തിലും നിലമ്പൂരിലും വലിയ സ്വീകാര്യതയാണ് നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പോളിംഗ് കഴിഞ്ഞപ്പോൾ LDFിന് വലിയ വിജയം ഉറപ്പാക്കാനാകുന്നു എന്നുള്ളതാണ് വസ്തുത. UDFിലും കോൺഗ്രസിനും അകത്തുമുണ്ടായ തർക്കങ്ങൾ കൂടുതൽ ശക്തിയായി പുറത്തു വരുന്നതിനും ഈ ബലം ഇടയാക്കുക തന്നെ ചെയ്യും. നിലമ്പൂരിന് ശേഷം UDFിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകും. ശരിയായ രാഷ്ട്രീയ നിലപാട് എടുത്തതുകൊണ്ട് UDFിനെ തകർക്കുന്നതിന് LDF മുന്നേറ്റം രൂപപ്പെടുത്താനും തെരഞ്ഞെടുപ്പിൽ സാധിച്ചുവെന്നും MV ഗോവിന്ദൻ മാഷ് എടുത്തു പറയുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ 75.27% പോളിംഗ് രേഖപ്പെടുത്തിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുകയാണ്. വെള്ളിയാഴ്ചയാണ് അന്തിമ കണക്ക് പുറത്തു വന്നിരിക്കുന്നത്. 76.71% 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലെ പോളിംഗ്. 2024 വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ 70.99%, 2025 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 61.91% പോളിംഗ് ഉണ്ടായിരുന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ ആവേശം ഒട്ടും ചോരാതെയായിരുന്നു നിലമ്പൂരിലെ പോളിംഗ്. രാവിലെ കനത്ത മഴയിലും പോളിംഗ് വേഗത്തിൽ തന്നെയായിരുന്നു. ആദ്യ 2 മണിക്കൂറിൽ 13.15% പേർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മഴ മാറിയതോടെ പോളിംഗ് കനക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് 1-ന് ഇത് 46.73% മാറുകയായിരുന്നു. 3 മണിക്ക് 59.68 മാറിയിട്ടുണ്ടായിരുന്നു. വൈകിട്ട് 5-ന് 70.76% ഉയർന്നു. മിക്കയിടത്തും 6-ന് മുമ്പ് തന്നെ വോട്ടിംഗ് അവസാനിക്കുകയും ചെയ്തു. യന്ത്രത്തിൻ്റെ വേഗത കുറവാണ് ചിലയിടങ്ങളിൽ പോളിംഗ് വൈകിച്ചിട്ടുണ്ടായിരുന്നത്. ആദിവാസി വോട്ടർമാർക്കായി തയ്യാറാക്കിയ 3 പ്രത്യേക ബൂത്തിലും കനത്ത പോളിംഗ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്.